ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നവകേരള മാർച്ചിനോടനുബന്ധിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. നിയമപരമായ വഴക്കങ്ങളൊക്കെ സ്വീകരിച്ച് പോകണം. എന്നാൽ ഇതൊന്നും തനിക്ക് ബാധകമല്ല എന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ചു വരുന്നത്. ഇവിടെ നമ്മുടെ മൈക്ക് രണ്ടുമൂന്നെണ്ണം വെച്ചാൽ പരസ്പരം ഏറ്റുമുട്ടും കേട്ടോ. ഒറ്റ മൈക്ക് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇത് കാണുന്നു എല്ലാം ഓഫ് ചെയ്ത് വെക്കണം. ഒന്നും തനിക്ക് ബാധകമല്ല എന്ന നില സ്വീകരിക്കുന്ന ഉമ്മൻചാണ്ടി നുണ മാത്രമേ പറയൂ എന്നൊരു വ്രതമെടുത്ത മട്ടിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ തുടക്കം മുതലേ പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്ന് വ്യക്താവുകൾ. അതാണിപ്പോൾ മാധ്യമങ്ങൾ ഓരോന്നും മത്സരിച്ചുകൊണ്ട് തന്നെ പുറത്തു കൊണ്ടുവരുന്ന തെളിവുകൾ. ഉമ്മൻചാണ്ടി നുണ പറയുന്നതിൻ്റെ തെളിവുകൾ ഞാനിപ്പം ഇതിനകത്ത് ഹാജരാക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. എന്നാലും ചിലപ്പോൾ ഒരോർമ്മ പുതുക്കാൻ വേണ്ടി വേണമെങ്കിലൊന്ന് പറയാം. 2013 ജൂൺ 10 ഉമ്മൻചാണ്ടി പറഞ്ഞത് സരിതയെ ഞാൻ കണ്ടിട്ടേയില്ലായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു വാചകം, സരിത എസ് നായരെ ഞാൻ കണ്ടിട്ടേയില്ല. അങ്ങനൊരു വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ്. ബിജു രാധാകൃഷ്ണൻ കണ്ട കാര്യവും അതിന് ഷാനവാസ് ശുപാർശ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വാചകം പറഞ്ഞത്. അപ്പോഴാണ് പീപ്പിൾ TV സരിത പിന്നിലൂടെ വന്ന് സ്വകാര്യം പറയുന്ന ചിത്രം പുറത്തു വിട്ടത്. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു സരിതയെ കണ്ടിരുന്നു. അതിൽ പക്ഷേ കണ്ടു എന്ന് പറയുന്ന കൂടെ വേറൊന്ന് കൂട്ടിച്ചേർത്തു. അന്ന് പറഞ്ഞത് ADB ഉദ്യോഗസ്ഥയോ PRD പ്രതിനിധിയോ ആയാണ് അവർ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോഴേക്ക് സരിതയെ ADB പ്രതിനിധിയായിട്ടോ PRD പ്രതിനിധിയായിട്ടോ ഒക്കെ ചിത്രീകരിക്കുന്ന നില ഇത് ഉമ്മൻചാണ്ടിയുടെ വാചകമാണ്. ആ വാചകം ഇങ്ങനെയാണ്: ADB ഉദ്യോഗസ്ഥയോ PRD പ്രതിനിധിയോ ആയാണ് അവർ പരിപാടിയിൽ പങ്കെടുത്തത്. അവർ എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, ഇതൊന്നും തനിക്കറിയുന്ന കാര്യമല്ല എന്നും ആ കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു. ഫോട്ടോനെ പറ്റി പറഞ്ഞത് കാതിൽ സ്വകാര്യം പറയുന്ന ഫോട്ടോയിൽ പുതുമയൊന്നുമില്ല എന്നാണ്. ഇത് മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ കാതിൽ പരിചയമില്ലാത്തൊരു സ്ത്രീ വന്ന് സ്വകാര്യം പറയുന്നതിൽ പുതുമയൊന്നുമില്ല. ഇക്കാര്യത്തിൽ കുറ്റബോധവുമില്ല. ഇപ്പോൾ കമ്മീഷന് മുൻപാകെ ഒരു ചോദ്യം കമ്മീഷന് മുൻപാകെ ഉമ്മൻചാണ്ടി ഹാജരായപ്പോൾ കമ്മീഷൻ തന്നെ ഉമ്മൻചാണ്ടിയോട് ചോദിക്കുകയാണ്, അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് എന്നെങ്കിലും സരിതയെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ വന്ന ഘട്ടം, പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകാൻ വന്ന ഘട്ടം. ഈ ഘട്ടത്തിൽ വന്ന് കണ്ടിരുന്നു എന്നാണ്. എന്നാൽ ഈ 2 തവണ കണ്ടത് ഓർമ്മ വന്നത് ബിജു രാധാകൃഷ്ണൻ ഗസ്റ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് എന്നാണ് കമ്മീഷൻ മുന്നിൽ അദ്ദേഹം പറയുന്നത്. ആ വാചകം ഇങ്ങനെയാണ്: നിവേദനം നൽകാനും അവർ എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് ബിജു രാധാകൃഷ്ണൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞിരുന്നു. ഇക്കാര്യം അയാൾ അന്ന് പറഞ്ഞപ്പോഴാണ് സരിതയെ 2 തവണ കണ്ടതായി ഓർക്കാൻ കഴിഞ്ഞത്. അതായത് സരിത എന്ന സ്ത്രീയെ വേറെ തനിക്ക് ഓർമ്മയേ ഇല്ല എന്നാണ് ഉമ്മൻചാണ്ടി
കമ്മീഷൻ മുന്നിൽ വെളിപ്പെടുത്തിയത്. അതിൻ്റെ കൂടെ ഈ കടപ്ലാമറ്റത്തെ ഫോട്ടോയിൽ കണ്ട വിവരം നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ 3 തവണ കണ്ടിരുന്നു എന്നാണ് ആകെ സമ്മതിക്കുന്ന നിലയുണ്ടായത്. എന്നാൽ ഗസ്റ്റ് ഹൗസിലെ കൂടിക്കാഴ്ച എപ്പോഴാ? അത് 2013 ജൂൺ 16 മുൻപാണ്. 2013 ജൂൺ 16 ഇവരെ കണ്ടിട്ടേയില്ല എന്ന് ഉമ്മൻചാണ്ടി അസന്നിഗ്ധമായി നിയമസഭയിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുന്നതിന് മുൻപാണ് ബിജു രാധാകൃഷ്ണനുമായി ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. അപ്പോൾ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിട്ട് 2 തവണ കണ്ട ഓർമ്മയുണ്ടെങ്കിൽ ആ ഓർമ്മ വെച്ച് നിയമസഭയെ പറയാലോ, ഞാൻ 2 തവണ അവരെ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടേ ഇല്ല എന്നാണല്ലോ നിയമസഭയിൽ പറഞ്ഞത്. ഇപ്പോൾ സോളാർ കമ്മീഷനിൽ പറഞ്ഞ കാര്യം അപ്പോൾ വീണ്ടും ഒരു കെട്ടിച്ചമച്ച് കഥ പറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു നാണവും ഇല്ലാതെ നുണയിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ലജ്ജ എന്ന് പറയുന്നത് വേണ്ടി അടുത്തേക്ക് കൂടി പരസ്യമായിട്ട് നുണയെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ. ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ അപമാനം പേറേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സരിതയെ ഉമ്മൻചാണ്ടിക്ക് അറിയില്ലേ? അറിയില്ല എന്ന് ഉമ്മൻചാണ്ടി പറയുന്നത് വാദത്തിന് സമ്മതിക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഉമ്മൻചാണ്ടിയെ കാണാൻ സരിത ഓഫീസിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ സരിതയെ കാണാൻ ചെല്ലുമ്പോൾ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്. അവരെ പേരെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഷീജാദാസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ അവിടെയുണ്ട്. അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഇതാ ഇവരെ സൂക്ഷിക്കണം, നേരത്തെ തട്ടിപ്പ് കേസിൽപ്പെട്ടവരാണ്, തട്ടിപ്പുകാരിയാണ് എന്ന മുന്നറിയിപ്പ് ആദ്യം തന്നെ നൽകുന്നു എന്നർത്ഥം. ഈ ഷീജാദാസ് ആണെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ്. ആ ഉദ്യോഗസ്ഥൻ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാവാണ്. അപ്പോൾ ആ ഒരു താല്പര്യം വെച്ചാണ് മുഖ്യമന്ത്രി അപകടത്തിലൊന്നും പെടണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ ഇതിപ്പം ഈ സ്ത്രീ സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്തിട്ടുണ്ട്, താനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളാരെങ്കിലും ഊഹിച്ച് പറയുന്ന കാര്യമല്ല. അപ്പോൾ തട്ടിപ്പുണ്ടെന്നും തട്ടിപ്പുകാരിയാണെന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സരിതയുമായി ഉമ്മൻചാണ്ടി ബന്ധപ്പെടുന്ന സ്ഥിതി വന്നിട്ടുള്ളത്. സരിതയുടെ കേരളത്തിലേക്കുള്ള വരവിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ബന്ധപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് വേറെ ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ സോളാർ കമ്മീഷന് മുന്നിൽ സരിത കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലും അത് ആവർത്തിക്കുകയുണ്ടായി. അതിലിപ്പോൾ ഉമ്മൻചാണ്ടിക്കും ആര്യാട മുഹമ്മദിനും എതിരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി തുടർന്ന് എന്തെല്ലാം വരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ ആർക്കും പറയാൻ കഴിയില്ല. ഈ വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? സാധാരണ നിലക്ക് അഴിമതി നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം. ആ കേസ് മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും എതിരെ ഇപ്പം തന്നെ എടുക്കേണ്ടതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു അവ്യക്തതയോടെ എല്ലാ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നല്ല വ്യക്തതയോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലെത്ര തുക കൊടുത്തു എന്ന് പറയുന്നുണ്ട്, കൊടുത്ത തീയതി, സ്ഥലം, സമയം, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ, ഇങ്ങനെ എല്ലാ തെളിവുകളോടും കൂടിയാണ് സരിത
കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ശ്രീധരൻ നായർ കോൺഗ്രസ്സുകാരനാണല്ലോ, അദ്ദേഹം കോടതിയിൽ കൊടുത്ത മൊഴിയുണ്ട്. നേരത്തെ 164 പ്രകാരം കോടതിയിൽ കൊടുത്ത മൊഴിയുണ്ട്. അതനുസരിച്ച് നേരത്തെ കേസെടുക്കേണ്ടതാണ്. അത് കോൺഗ്രസ്സുകാരനായ ശ്രീധരൻ നായർ തന്നെ ഈ കാര്യങ്ങൾ പറയുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായും അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണം. സോളാർ കമ്മീഷൻ ഉണ്ട് എന്ന ന്യായം പറയാൻ പറ്റില്ല. സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പുറത്തു വരട്ടെ. ആ പുറത്തു വരുന്ന കാര്യങ്ങൾ തുറന്നെന്ത് വേണമെന്ന് അന്നേരം ആലോചിക്കാം. ഇപ്പോൾ ഈ വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പുറത്തു വന്ന വസ്തുതകൾ സരിതാ നായർ തുറന്നു പറഞ്ഞിട്ടുള്ളവയാണ്. അത് അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതാണ്. ആ കേസ് ഇപ്പോൾ തന്നെ എടുക്കണം. അതിന് സോളാർ കമ്മീഷൻ്റെ അന്തിമ നിഗമനം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇവിടെ തമ്പാനൂർ രവിയുടെ ഇടപെടൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തമ്പാനൂർ രവി കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനാണെന്നുള്ളത്. അന്നൊരു രഹസ്യമായ കാര്യമല്ല, പരസ്യമായ കാര്യമാണ്. നല്ല അടുപ്പക്കാരും ഗ്രൂപ്പുകാരായ അടുപ്പക്കാർ മാത്രമല്ല, ഒരേ ഗ്രൂപ്പായ അടുപ്പം മാത്രമല്ല, വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോൾ സോളാർ കേസ് ഒതുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി വഴിവിട്ട നീക്കാണ് തമ്പാനൂർ രവി നടത്തിയിട്ടുള്ളത്. അതിൽ രവിയൊരു ന്യായം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. താൻ അങ്ങോട്ട് വിളിച്ചതല്ല, സരിത ഇങ്ങോട്ട് വിളിച്ചതാണെന്നാണ്. അതിൽ സരിത എന്തോ പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആര് വിളിച്ചു, എങ്ങനെ വിളിച്ചു എന്നുള്ളതൊന്നുമല്ല ഇവിടെ പ്രശ്നം. എന്താണ് പറഞ്ഞത്, ഈ സംഭാഷണത്തിൽ വ്യക്തമാക്കിയ കാര്യം എന്ത്, ആ കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിഷേധമൊന്നും വന്നിട്ടുമില്ല. അപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാകുന്ന വ്യക്തിയെ, ഒരു സാക്ഷിയെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. അവരെ എങ്ങനെ പറയണം എന്ന് ദുർബോധനപ്പെടുത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ സാധാരണഗതിയിൽ ഒരു നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള നീക്കാണത്. അതായത് ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നു. സുഗമമായ അന്വേഷണത്തെ, സാധാരണഗതിയിൽ വരുന്ന തെളിവുകളെ തടയാനും അട്ടിമറിക്കാനുമാണ് തമ്പാനൂർ രവി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ രവിക്കെതിരെയും ഇതിൽ കേസ് എടുക്കേണ്ടതാണ്. ഇവിടെ ഉമ്മൻചാണ്ടി പറയുന്ന ഒരു ന്യായം സർക്കാർ ഖജനാവിനൊരു നഷ്ടവും പറ്റിയിട്ടില്ല എന്നാണ്. സർക്കാർ ഖജനാവിന് നഷ്ടം പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് പണം പോയില്ല എന്നുള്ള അർത്ഥത്തിലാണോ പറയുന്നത്? മുഖ്യമന്ത്രിയെ ഉപയോഗിച്ച് തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ആ തട്ടിപ്പ് വ്യാപകമാണ്, കോടികളുടേതാണ്. അത് പിന്നീട് കേസുകളായിട്ടുണ്ട്. ആ കേസുകൾ ഒത്തുതീർന്നിട്ടുണ്ട്. സരിത ജയിലിൽ കിടക്കുമെന്നതിന് ഒത്തുതീർന്നിട്ടുണ്ട്. വലിയ തുകകൾ കൊടുത്താണ് ആ കേസുകൾ ഒത്തുതീർത്തത് എന്ന് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിവിപുലമായ ഒരു അഴിമതി ശൃംഖല, അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി മാറിയത്. ഇവിടെ എങ്ങനെയാണ് ഈ തട്ടിപ്പ് അരങ്ങേറിയത്? ഈ പറയുന്ന ടീം സോളാർ എന്ന കമ്പനി അവരുദ്ദേശിക്കുന്ന രീതിയിൽ സൗരോർജ്ജം നൽകുന്ന നടപടി വ്യാപകമാക്കിയാൽ ഈ ശേഖരിച്ച പണം മാത്രമല്ല, വൻതോതിൽ പണം ആ കമ്പനിക്ക് ലഭിക്കും. ആ വിഹിതം, അതിലുള്ള വരുമാനത്തിൻ്റെ വിഹിതം, അതാണ് ഉമ്മൻചാണ്ടി ചോദിച്ചത്. 7 കോടി ചോദിച്ചു എന്ന് പറയുന്നത് അതാണ്. ഒരു കമ്പനിയുടെ വരുമാനത്തിൻ്റെ വിഹിതം ചോദിക്കുന്ന മുഖ്യമന്ത്രിയായി നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി അധപ്പതിച്ചു എന്നതാണ് നാം കാണേണ്ടത്. 1,90,00,000 രൂപ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ കൊടുത്തുവെന്ന് സരിത 2 തവണയായി കൊടുത്തതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്.
ഇവിടെ 2 ലക്ഷം കൊടുക്കാൻ കഴിയാത്തയാൾ ഇങ്ങനെ കോടികൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 2 കോടി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ഉമ്മൻചാണ്ടി ചോദിക്കുന്നുണ്ട്. സരിതയുടെ ആസ്തിയല്ല ഇവിടെ പ്രശ്നം. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സരിത ഉണ്ടാക്കുന്ന പണം, ആ പണത്തിൻ്റെ വിഹിതമാണ് ചോദിച്ചത്. അങ്ങനെ കിട്ടിയ പണത്തിൽ നിന്നാണ് ഉമ്മൻചാണ്ടിയുടെ കയ്യിലേക്ക് സരിത പണം എത്തിച്ചത്. അത് ഈ മൊഴിയിലൂടെ വ്യക്തമാണ്. അപ്പോൾ അവർ പറയുന്ന, ഉമ്മൻചാണ്ടി ഇപ്പോൾ പറയുന്ന സർക്കാരിന് നഷ്ടം പറ്റിയില്ല എന്ന വാദം തീർത്തും പരിഹാസ്യമായൊരു വാദമാണ്. അതൊരു തരത്തിലും സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ഏറ്റവും വലിയൊരു അഴിമതി ശൃംഖലയുടെ വക്താവായി അതിൻ്റെ ഭാഗമായി പണം കൈപ്പറ്റിയ ഒരു മുഖ്യമന്ത്രിയായാണ് ഉമ്മൻചാണ്ടി മാറിയിരിക്കുന്നത്. എന്തൊരു അപമാനകരമായ അവസ്ഥയാണെന്ന് നോക്കണം. മുഖ്യമന്ത്രിയോട് ഒരു അഡ്വക്കേറ്റ് ചോദിക്കുകയാണല്ലോ കമ്മീഷന് മുന്നിൽ, നിങ്ങൾ നുണപരിശോധനയ്ക്ക് തയ്യാറാണോ എന്ന്. അപ്പോൾ എത്ര അപമാനകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തുന്നതാണ്. നാടിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തോടല്ലേ ചോദിക്കുന്നത് നിങ്ങൾ ഹാജരാകാൻ തയ്യാറാണോ എന്ന്. കാരണം നുണ പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അത്തരമൊരു ചോദ്യം നേരിടേണ്ടി വന്നത്. പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.